പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രമാണിത്, ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണിത് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പറയാനുള്ള അതേ ഉള്ളൂ. ഇത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് വേണേൽ പറയും, ഞങ്ങളെ ആരെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഞങ്ങൾക്ക് ഇത് മാറി നിൽക്കാൻ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങളെന്താണ് പറയുന്നത്? മതനിരപേക്ഷമായ രാജ്യത്ത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാവണം. അവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആധിപത്യത്തിലേക്ക് വരാൻ പാടില്ല എന്ന് തന്നെയാണ് യുക്തിവാദി പ്രസ്ഥാനം പറയുന്നത്. അങ്ങനെ ഒരു ആധിപത്യത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥ വന്നാൽ അതിഭീകരമായും ഒരു ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് ശക്തി പകരും. ഇവിടെ കെ പി രാമനുണ്ണിയും അതുപോലുള്ള എഴുത്തുകാരൊക്കെ തന്നെ ഇസ്ലാമിന്റെ വർഗീയതയെ കുറിച്ച് പരിപോഷിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ദൈവത്തിന്റെ അവതാര പുരുഷന്മാരാണെന്ന് അവതരിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെല്ലാം കുറവുകളും കുഴപ്പങ്ങളും ഉണ്ടായാലും എനിക്കിവിടെ ഇത് സംസാരിക്കാൻ കഴിയും, നിങ്ങൾക്കിവിടെ ഇത് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് നാളെ ഈ വഴിയിൽ ഇറങ്ങുന്ന ഇസ്ലാമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് ഇത് സംസാരിക്കാൻ കഴിയും. പാകിസ്ഥാനിൽ പറ്റുമോ? സൗദി അറേബ്യയിൽ പറ്റുമോ? ജനാധിപത്യത്തിന് എന്തെല്ലാം കേടുണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യം നോക്കാൻ വേണ്ടി യുക്തിവാദികൾ സമരം ചെയ്യും. കാരണം നമുക്ക് സംസാരിക്കാനുള്ള അവകാശമെങ്കിലും ഉണ്ട്. കെ പി രാമനോട് ഞാൻ ചോദിച്ചു, പക്ഷെ മാതൃകാരൻ പ്രസിദ്ധീകരിച്ചില്ല. സൗദി അറേബ്യയുടെ തെരുവിൽ ഖുർആൻ അല്ലാതെ ഒരു ഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ട് കെ പി രാമനുണ്ടെങ്കിൽ നിൽക്കാമെങ്കിൽ, ഭഗവത്ഗീതയോ ബൈബിളോ കയ്യിൽ പിടിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ തെരുവിൽ കൂടി നടക്കാൻ കെ പി രാമനുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇസ്ലാമിനെ ഞങ്ങൾ അംഗീകരിക്കാം. ഇസ്ലാം ദൈവത്തിന്റെ മതമാണ്, ഞങ്ങൾ സമ്മതിക്കാം. കാബ എന്ന് പറയുന്ന ആ മക്കയിലെ കാബയുടെ 14 കിലോമീറ്റർ അകത്തേക്ക് ഒരു അമുസ്ലിമിന് കടന്നു ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പറയാം ഇന്ത്യൻ ജനാധിപത്യത്തെക്കാൾ നല്ലത് സൗദിയിലെ ഇസ്ലാമിക ഭരണമാണ്, ഞങ്ങൾ സമ്മതിക്കാം. പറ്റുമോ? ഉത്തരപരണം ബുദ്ധിജീവികൾ, മാന്യത കളിക്കുന്നവന്മാര്, ഇസ്ലാം പരമകാരുണികനാണ്, ക്രൈസ്തവം മറ്റേതാണ് മരിച്ചതാണ്, സ്നേഹത്തിന് മൊത്തക്കച്ചവടക്കാരാണ് ഇവരെന്നൊക്കെ ഇവിടെ പറയുന്നവർ പറയണം, സമാധാനം പറയണം. ഏതെങ്കിലും മതരാഷ്ട്രങ്ങളിൽ, ജനാധിപത്യമില്ലാത്ത മതരാഷ്ട്രങ്ങളിൽ അന്യമതസ്ഥന് സ്വന്തം ദൈവത്തെ വിളിക്കാൻ അവകാശമുണ്ടെന്ന് പറയുക. ഇന്ത്യൻ തെരുവുകളിൽ ആർക്ക് കടന്ന് നിലവിളിക്കാം? ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പൊതുസ്ഥലം കയ്യേറാം, വഴിയിൽ ബന്ധു നടത്താം, പൊങ്കാല കിലോമീറ്റർ ദൂരത്തിൽ പൊങ്കാലയിടാം, വഴി കെട്ടിയടച്ചുകൊണ്ട് സരസ്വതി പൂജ നടത്താം. ഇതിനൊന്നും കേരളത്തിലും ഇന്ത്യയിലും വിലക്കുകളില്ല. ഏത് മതരാജ്യത്തിലുണ്ട് ഈ അവകാശം? ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിലെ ഇസ്ലാമിനെ കൊല്ലുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാം തന്നെയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാം പള്ളിയിൽ, ഷിയ പള്ളിയിൽ ബോംബിടുന്നത് സുന്നി തന്നെയാണ്, സുന്നി പള്ളിയിൽ ബോംബിടുന്നത് ഷിയാകൾ തന്നെയാണ്. ഹിന്ദുക്കളല്ല അവിടെ ആരും. ജമാഅത്തെ ഇസ്ലാമിക്കാരെതിരെ കേസുണ്ടോ? എത്ര കേസ്, ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നവർ സ്വന്തം രാജ്യത്തെ, സ്വന്തം ആചാര്യന്മാരുടെ രാജ്യത്തെ വിളഭൂമിയിൽ ചെന്ന് ചോദിക്കേ, അവിടെ തെരുവിലിറങ്ങി നടക്കാൻ ആർക്കൊക്കെ എന്തൊക്കെ അവകാശമുണ്ടെന്ന് ചോദിക്കണം. ചുമ്മാതെ കെ പി രാമനുണ്ണിമാര് ആരുടെയെങ്കിലും കൂലിപ്പൈസ മേടിച്ചുകൊണ്ട്, ഹോസ്റ്റൽ കാശ് മേടിച്ചുകൊണ്ട് അവര് ഈ രാജ്യത്തെ യുക്തിവാദികൾക്ക്, മതേതരവാദികൾക്കെതിരെ അല്ല ശബ്ദിക്കേണ്ടത്. യുക്തിവാദം നിരീശ്വരവാദമാണ്, അതുകൊണ്ട് അവരെല്ലാം മാറ്റിപ്പുറത്താക്കേണ്ടതാണെന്ന രീതിയിൽ പരിഹസിക്കുമ്പോൾ അവർ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നും മതരാഷ്ട്രവാദികൾക്ക് കുടപിടിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഇത് ഇന്ത്യയിലെ ഹൈന്ദവ ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയിലെ എഴുത്തുകാരുടെ ബുദ്ധിജീവികൾ, ഇന്ത്യയിലെ യുക്തിവാദികൾ എടുത്തുള്ള നിലപാടുകൾ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. 32-ൽ കേരളത്തിലെ നമ്പൂതിരി പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കാണിച്ചു കൊടുത്തത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഏറ്റുപറഞ്ഞ 14-ൽ മരം മറയ്ക്കാൻ അവകാശം മേടിച്ചു കൊടുത്തത് കേരളത്തിലെ അയ്യങ്കാളി പ്രസ്ഥാനമാണ്. നാണം മറയ്ക്കാനുള്ള അവകാശം ഈഴവ പെണ്ണുങ്ങൾക്ക് മേടിച്ചു കൊടുത്തത് ആറാട്ടോടെ വേലായുധ പണിക്കരാണ്. അതുപോലെ എത്രയെല്ലാം അവകാശങ്ങൾ 1917-ലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. ഇന്ന് പെരിന്തൽമണ്ണയിലോ മലബാറിലോ തിരുവനന്തപുരത്തോ ഹോട്ടലിൽ കയറി ഇഴവരും പുലിയരും പറയരും നമ്പൂതിരിയും ക്രിസ്ത്യാനി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടത്, നിങ്ങൾ ഓർക്കേണ്ടത് 1917-ൽ സഹോദരൻ ചെയ്യപ്പെടുന്ന യുക്തിവാദിയാണ് ആദ്യമായി മിശ്രഭോജനം നടത്തിയതെന്നാണ്. ഈ വടക്കൻ കേരളത്തില് വാഗ്ഭടാനന്ദ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് പ്രീതി ഭോജനം നടത്തിയതെന്നും മിശ്ര വിവാഹം നടത്തിയതെന്നും പഠിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കേരളത്തിലെ മതഗ്രന്ഥങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, മതഗ്രന്ഥങ്ങളുടെ ദൈവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യരും നവോത്ഥാന നായകന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ കൂടിയാണ് വഴി നടക്കാനുള്ള അവകാശം, അക്ഷരം പഠിക്കാനുള്ള അവകാശം, ആഹാരം കഴിക്കാനുള്ള അവകാശം, ഒന്നിച്ചിരുന്ന് ജീവിക്കാനുള്ള അവകാശം, പള്ളിക്കൂടത്തിൽ പോകാനുള്ള അവകാശം, നാണം മറയ്ക്കാനുള്ള അവകാശം, പാൻറിടാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ മേടിച്ചെടുത്തത് യുക്തിവാദികളും പുരോഗമനകാരുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ ഏട്ടിലെ പശുവിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു മത നേതാവ് ഒരു സ്വാതന്ത്ര്യവും ആർക്കും ഇന്ന് വരെ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. കൊല്ലുക എന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ മദ്രസകളിലും മഹലുകളിലും അല്ലെ എല്ലാ വേദപാഠ ക്ലാസ്സുകളിലും പറഞ്ഞു കൊടുക്കുന്നത് അന്യമത ദ്വേഷമല്ലെന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് ആർക്കെങ്കിലും പറയാമോ?
എല്ലാവരെയും സ്നേഹിക്കണമെന്ന്, എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി ലോകം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ?